നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കാട്ടാക്കാമ്പാലിൽ കനത്ത കാറ്റിലും മഴയിലും പരക്കെ നാശം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. 15ഓളം വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തി തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 32 പവൻ സ്വർണം കവർന്നു. അതിജീവനത്തിനായി രാത്രിയിൽ സമരം നടത്തി വരവൂർ തളി ഗ്രാമവാസികൾ. തങ്ങളുടെ ജീവിതം ദുരിതമാക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിനെതിരാണ് സമരം നടത്തിയത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും വ്യാകുലമാത ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാളെ വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും അവസാനഘട്ട ഒരുക്കത്തിൽ. പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഓശാന ഞായർ ആചരണം നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനവും വിഷുവിളക്കും നാളെ നടക്കും. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ് വിഷുക്കണി ദർശനം. തൃക്കൂർ മണലിപ്പുഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കൂർ കോനിക്കര സ്വദേശി തെക്കുംപീടിക വീട്ടിൽ 64 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. ദേശീയപാത മണത്തല അയിനപ്പുള്ളിയിൽ KSRTC ബസും JCBയും കൂട്ടിയിടിച്ചു. ബസ് ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. യാത്രക്കാർക്ക് പരിക്കില്ല. വെള്ളിക്കുളങ്ങര കൊടുങ്ങയിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. റോഡരികിലെ സ്വകാര്യ പറമ്പിൽ നിന്നിരുന്ന മരമാണ് വൈദ്യുതി ലൈനിലേക്ക് വീണത്. തൃശൂർ പൂരം പ്രദർശനത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ആയുർവേദ പവലിയൻ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹമഠത്തിൽ ശ്രീരാമനവമി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് സമൂഹം ആചാര്യൻ സുരേഷ് വാര്യരുടെ നേതൃത്വത്തിൽ ശ്രീരാമ ഗായത്രി ഹോമം നടന്നു. സമൂഹം പ്രസിഡന്റ് പ്രൊഫസർ ദേവനാരായണൻ, സെക്രട്ടറി S ശിവരാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഓശാന ഞായർ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ G സക്കരപ്പട്ടിയേക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. എറവ സെന്റ് തെരേസസ് കപ്പൽ പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. കുരുത്തോലകളേന്തി നടന്ന പ്രദക്ഷിണത്തിനും തിരുക്കർമ്മങ്ങൾക്കും വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ആന്റോ ഒല്ലുകാരൻ നേതൃത്വം നൽകി. മദർ സിസ്റ്റർ സെലസ്റ്റി, ട്രസ്റ്റിമാരായ ജിനോ വടക്കൂടൻ, വിൻസെന്റ് തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടകര കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ഓശാന ഞായർ ആചരിച്ചു. അടിവാരം പള്ളിയിൽ നടന്ന ദിവ്യബലിക്ക് തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിൽ വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾ ഭക്തിസാന്ദ്രമായി. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അവണൂർ പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നികളെ അംഗീകൃത ഷൂട്ടർ സംഘങ്ങളെത്തി വെടിവെച്ചു കൊന്നു. 17 പന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. മതിലകം സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. ചലച്ചിത്ര നടൻ സൗബിൻ ഷാഹിർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കും വെള്ളാറ്റഞ്ഞൂർ പാടശേഖര സമിതിയും സംയുക്തമായി വിഷുവിനോടനുബന്ധിച്ച് സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. സമൂഹ ചിത്രരചന ഫാദർ ഡേവിസ് ചിറമലും സാംസ്കാരിക ഉത്സവം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മഹാകവി കുമാരനാശാന്റെ 152ാം ജന്മദിനാഘോഷം കൊടുങ്ങല്ലൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നു. തിരക്കഥാകൃത്തും അധ്യാപക അവാർഡ് ജേതാവുമായ PK ഭരതൻ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി കരിയന്നൂരിൽ ജാഗ്രതാ സമിതി രൂപീകരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ പാലം പരിസരത്ത് നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ സതി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നിയോജക മണ്ഡലം നേതൃയോഗം കൊടുങ്ങല്ലൂരിൽ നടന്നു. ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു.
അഴീക്കോട് മുനക്കൽ മുസ്രിസ് ഡോൾഫിൻ ബീച്ച് സമ്മർ ഫെസ്റ്റ് ഈ മാസം 23 മുതൽ മെയ് 15 വരെ നടക്കും. മുസ്രിസ് പൈതൃക പദ്ധതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ലോഗോ പ്രകാശനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. മതിലകം സ്പോർട്സ് അക്കാദമി അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ഇ.ടി. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. നെല്ലായി കൊളത്തൂർ കൊളത്തൂക്കാവ് മഹാവിഷ്ണുദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി എരിഞ്ഞനവള്ളി നാരായണൻ നമ്പൂതിരി, മേൽശാന്തി നടുവത്ത് നാരായണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിൽ ഇടവകയിലെ രോഗികൾക്കായി KCYM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈസ്റ്റർ ആഘോഷം സംഘടിപ്പിച്ചു. ദിവ്യബലിക്ക് വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ മുഖാമുഖം സംവാദ പരിപാടി സംഘടിപ്പിച്ചു. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ മാധവ് രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി. BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാസലഹരിക്കെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. AKTA കുതിരാനേരിയ PG യൂണിറ്റിന്റെ ടൈലർ ടച്ച് വസ്ത്രങ്ങളുടെ വിപണന കൗണ്ടർ നമ്പർ 198ന്റെ ഉദ്ഘാടനം ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി നിർവഹിച്ചു. AKTA യൂണിറ്റ് ട്രഷറർ രേഷ്മ രാജേഷ് ആദ്യ വിൽപ്പന നടത്തി. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾ ഭക്തിസാന്ദ്രമായി. വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരുന്നു. ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പറപ്പൂർ സെന്റ് ജോൺസ് നെബുംസ്യാം ഫൊറോന ദേവാലയത്തിൽ ഓശാന തിരുക്കർമ്മങ്ങൾ ഭക്തിസാന്ദ്രമായി. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെമി പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൊങ്ങണംകാട് സെന്റ് മേരീസ് പള്ളിയിൽ ഓശാന തിരുക്കർമ്മങ്ങൾ നടന്നു. വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാവിന്റെ ദേവാലയത്തിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ബാബു അപ്പാടൻ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ സാൽവിൻ കണ്ണനായ്ക്കൽ, ഫാദർ ഇമ്മാനുവൽ കരിമ്പനയ്ക്കൽ എന്നിവർ സഹകാർമ്മികരായി. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് സൂക്കൻ സഹകാർമ്മികത്വം വഹിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന ഓശാന ഞായർ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കാർമ്മികത്വം വഹിച്ചു. AKTA കുതിരാനേരിയ കണ്ണാറ യൂണിറ്റിന്റെ ടൈലർ ടച്ച് വസ്ത്രങ്ങളുടെ വിപണന കൗണ്ടർ നമ്പർ 194ന്റെ ഉദ്ഘാടനം ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സുശീല രാജൻ ആദ്യ വിൽപ്പന നടത്തി. ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ ലത്തീൻ പള്ളിയിൽ നടന്ന ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങളിലാണ് സുരേഷ് ഗോപി പങ്കെടുത്തത്. 3 മുറി വിശുദ്ധ സ്നാപക യോഹന്നാൻ ദേവാലയത്തിനു കീഴിൽ 9 പണി കഴിപ്പിച്ച 2 കാരുണ്യ ഭവനങ്ങളുടെ വെഞ്ചിരിപ്പും താക്കോൽ കൈമാറ്റവും വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചൊവ്വലൂർ ചടങ്ങിൽ പങ്കെടുത്തു. സൊസൈറ്റി ഓഫ് വിൻസെന്റ് ഡി പോൾ പുത്തൻപീടിക കോൺഫറൻസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സീനിയേഴ്സ് ഡേ വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി പ്രസിഡന്റ് ഡേവിസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. ജനകീയ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 11 മുതൽ 18 വരെ നടക്കുന്ന കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിന് തുടക്കമായി. CC മുകുന്ദൻ MLA ബീച്ച് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെപ്പാറ ടൂറിസം കേന്ദ്രത്തെ സംരക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM തെക്കുംകര വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് തുടക്കമായി. ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടശാംകടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധവാചാരണത്തിന്റെ തുടക്കമായി ഓശാന ഞായർ ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ മുഖ്യ കാർമ്മികനായി.
പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാളിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. നാട്ടിക പഞ്ചായത്ത് 4-ാം വാർഡ് അംബേദ്കർ നഗർ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കൊടകര ഏകവല്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ വിഷു ഗ്രാമോത്സവം സംഘടിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന സലീം രാജിന്റെ 1-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.